നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഒരു മാസത്തിനിടയിൽ 20,000-ൽ പരം പേരെ നാട് കടത്തിയെന്നാണ് കണക്ക്. അതായത് ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷം ഒരു മാസമേ ആയുള്ളൂ. അപ്പം അത് അവിരാമം അതിശക്തമായി തുടരും എന്നാണ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ചട്ടങ്ങൾ, പുതിയ വിശദീകരണങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ചില വിശദീകരണങ്ങൾ ലീഗലായിട്ട് താമസിക്കുന്നവർക്ക് പ്രശ്നമില്ല, ലീഗലായിട്ട് വന്നിട്ടുള്ളവർക്കും പ്രശ്നമില്ല, ലീഗലായി വന്ന ശേഷം ഓവർ സ്റ്റേ ചെയ്യുന്നവർക്കും തൽക്കാലം പ്രശ്നമില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പുതിയ ഒരു ഉത്തരവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ രേഖകളൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ആളുകൾ, അതായത് അതിർത്തിയിൽ കൂടെ നടന്നു കയറി വന്നിരിക്കുന്ന ആളുകൾ, ഒരിടത്തും അവിടെ ഇമിഗ്രേഷൻ ചെക്കൊന്നും കൂടാതെ വന്നിരിക്കുന്ന ആളുകൾ, അവരെല്ലാം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുകയും പിന്നെ ഫിംഗർ പ്രിൻ്റ് എടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അവരെ പിടികൂടിയാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അവരെ ജയിലിലടയ്ക്കും, അതുപോലെ തന്നെ പിഴശിക്ഷ ഈടാക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഈടാക്കും എന്നാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ലീഗലായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നല്ലൊരു പങ്ക് ഇല്ലീഗലായിട്ട് ഇവിടെ നിൽക്കുന്ന 7 ലക്ഷം പേര്, 7 ലക്ഷത്തിൽ പരം ഇന്ത്യക്കാർ നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. അവരെല്ലാവരും തന്നെ അവരിൽ നല്ലൊരു പങ്ക് ഈ വിസയിൽ വന്നിട്ട്, ഏതെങ്കിലും ഒരു വിസയിൽ വന്നതിന് ശേഷം അത് ഓവർ സ്റ്റേ ചെയ്യുക, അവർക്ക് കുഴപ്പമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അവരെല്ലാം ഫിംഗർ പ്രിൻ്റ് ചെയ്യുകയും അവർ നേരത്തെ തന്നെ അവരുടെ വിവരങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഓവർ സ്റ്റേ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ കാനഡ അതിർത്തിയിൽ നിന്നൊക്കെ, കാനഡയിലൊക്കെ പഠിക്കാൻ വന്ന പിള്ളേരൊക്കെ ധാരാളം പേരിങ്ങോട്ട് അതിർത്തിയിൽ കൂടെ നടന്ന് അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ട്. പലരും പല ഭാഗങ്ങളിലായിട്ട് പലതരം ജോലികളൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ്. അവർ ഒരുവിധ ഇമിഗ്രേഷൻ ചെക്കും നടത്തിയിട്ടുള്ളവരല്ല. അപ്പോൾ അവരെല്ലാം ഇമിഗ്രേഷൻ അതിന് പുതിയൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ eMalayali.com നോക്കിയാൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട്, അപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ ഫിംഗർ പ്രിൻറ്റിന് വിളിക്കും. അത് ചെയ്യണം, അതിൻ്റെ രേഖകൾ കൊണ്ടു നടക്കണം. അല്ലാത്തവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ തമാശയുള്ള കാര്യം, ഇങ്ങനെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആരെങ്കിലും രജിസ്റ്റർ ചെയ്യുമോ? ഞങ്ങൾ ഇന്നടത്തുണ്ട്, ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അവരാരെങ്കിലും പറയുമോ? അപ്പം പിന്നെ ഇവരെ എങ്ങനെ കണ്ടെത്തും എന്നുള്ള വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർ ഇല്ലീഗലായിട്ട് തന്നെ താമസിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. അവർ നേരെ കൈയോടെ പോയി, ഇതാ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെയാണ് ഞങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ അവരെ പിടികൂടാനും അത്ര എളുപ്പമല്ല. ആ ഗണത്തിൽ തന്നെ ഒരു 13 ലക്ഷം പേരുണ്ടാകുമെന്നാണ് ചില വെബ്സൈറ്റുകളിലൊക്കെ കാണുന്നത്, ചില ഇമിഗ്രേഷൻ വെബ്സൈറ്റുകളിലൊക്കെ കാണുന്നത്. അത്രയും പേരൊക്കെ പിടികൂടാനും പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നാൽ പോലും ഈ നിയമങ്ങൾ ശക്തമാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് അത് കാണുന്നത്. അതുപോലെ തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറി ക്രിസ്റ്റീൻ നോയം അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇല്ലീഗലാണെങ്കിൽ പുറത്തു പോവുക, രാജ്യം വിട്ടു പോവുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ പറ്റും, പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഇവിടെ താമസിക്കുകയും ഇവിടെ അധികൃതർ നിങ്ങളെ പിടിക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കൂടി പറ്റാതെ വരും. അതുകൊണ്ട് കഴിയുന്നത്ര പേര് പോകണം എന്നുള്ള രീതിയിലാണ്, ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ പോകണം എന്നാണ് അവർ ഉപദേശിക്കുന്നത്. ഇപ്പം തന്നെ ആ ഒരു നിയമം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരെ അവർക്കെതിരെ നടപടിയെടുക്കാം, അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്ന രീതിയിലുള്ളൊരു നിയമമുണ്ട്. പക്ഷെ അത് ഇതുവരെ നടപ്പാക്കിയിരുന്നില്ല. പക്ഷേ ഇനി തൊട്ട് ആ നിയമം കൃത്യമായിട്ട് നടപ്പാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ ദയവായി പോവുക എന്നാണ് അവർ പറയുന്നത്. ദയവായി പോയാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരുപക്ഷെ തിരിച്ചു പോരാൻ പറ്റിയെന്നിരിക്കും എന്നും പറയുന്നു. അപ്പോൾ എത്ര പേര് പോകുമെന്നാണ് നമുക്കറിയേണ്ടത്. പലരും പലവിധ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവൻ മരണ പോരാട്ടത്തിനായിട്ട് വന്നിരിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങാനായിട്ടാണ് ആഗ്രഹിക്കുക. പലരും, എല്ലാവരും അല്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ വന്നവർ നമുക്കറിയാം, ഒരുവിധപ്പെട്ടവരെല്ലാം ഏതെങ്കിലും നല്ല ചുറ്റുപാടുകളിൽ ഇവിടെ വരണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ വേണം. അപ്പോൾ അതൊക്കെ ഉള്ളവരാണ് ഈ വരുന്നത്, ഇന്ത്യയിൽ നിന്ന് വന്നവർ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. ഇന്ത്യയിൽ ഇപ്പം പെർസിക്യൂഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നമോ മൂലം വരുന്നവരാരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തിരിച്ചു പോകാനായിട്ട് പലരും എല്ലാം വിറ്റുപെറുക്കി ഇവിടെ വന്ന് സെറ്റിലാകാമെന്ന് കരുതി കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് വന്നവർ തിരിച്ചു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവർ ഒളിവിലെന്ന പോലെ താമസിക്കേണ്ടി വരും. അധികൃതരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ പിന്നെ ആ രീതിയിൽ താമസിക്കേണ്ടി വരും. അത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. നിവൃത്തിയില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം വരും. എന്തായാലും ഇതേപ്പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ യാതൊരു രേഖകളും ഇല്ലാതെ ഇവിടെ വന്നവർ, അധികൃതർ
അധികൃത ചാനലിലൂടെ അല്ലാതെ വന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കുക. അവരെ വക്കീലന്മാരോ അല്ല ഇതുമായിട്ട് അറിയാവുന്നവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിടികൂടിയാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണയും മുൻകൂട്ടി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ പിന്നെ ഈ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചിട്ട് ചിലർക്കൊക്കെ അവർക്ക് ആ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിലും അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവർ നോട്ടീസ് ടു അപ്പിയർ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ നോട്ടീസ് ടു അപ്പിയർ NTA അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വിദേശയാത്രയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിലൊക്കെ പ്രശ്നം വരുന്നു എന്നാണ് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട്. അപ്പോൾ കഴിയുന്നത്ര എന്തെങ്കിലും ഇമിഗ്രേഷൻ പ്രോബ്ലം ഉള്ളവർ വിദേശത്ത് പോകാതിരിക്കുകയാണ് നല്ലത്. തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഈ വേറൊരു ഈ ചിലരുടെ ഈ കണ്ടീഷണൽ ഗ്രീൻ കാർഡ് ഉണ്ട് ചിലർക്ക്. ആ കണ്ടീഷണൽ ഗ്രീൻ കാർഡ് നീക്കാനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കും. ചിലർ അത് വിവാഹവും മറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. പക്ഷേ അത് നിരസിച്ചു എന്നിരിക്കും. പക്ഷേ എങ്കിലും അവരുടെ ഗ്രീൻ കാർഡ് ആ നിശ്ചിത കാലയളവിലേക്ക് വാലിഡായിരിക്കും. അങ്ങനെയുള്ളവരും പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പം പ്രശ്നമാകും. അപ്പോൾ എങ്ങനെയായാലും ഈ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പുറത്തു പോകുന്നത് ശ്രദ്ധിക്കണം. പുറത്തു പോയാൽ തിരിച്ചു വരാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇമിഗ്രേഷനെ സംബന്ധിച്ച് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് നോക്കുക. അതും ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ, സ്വയമേ പോകാൻ കഴിയുന്നവർ പോവുക തന്നെ ചെയ്യണം. പിന്നീട് എപ്പോഴെങ്കിലും വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ.